मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കൊള്ളാം, ബാഡ്മിന്റന്റെ മാച്ച് നടക്കുകയാണ്. ആരാ ജയിക്കാൻ പോകുന്നേ? ബണ്ണിയാ. എന്താ ഹണി ഇത്? ബണ്ണിയുടെ അടുത്ത് നിനക്ക് ഒരു പോയിന്റ് പോലും നേടാൻ കഴിയുന്നില്ലേ? കണ്ടോ, വല്ലാതെ ദാഹിക്കുന്നു. ഞാൻ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വരാം. നിർത്ത്, ഇത് നമ്മുടെ പോപ്പട്ടാണ്. റാക്കറ്റ് കൊണ്ട് അടിച്ചടിച്ച് എന്റെ പണി തീർത്തു. സംശയമുണ്ടോ? സോറി, നീ സൈഡിലിരിക്കാൻ നോക്ക്. വല്ലാതെ വേദനിക്കുന്നു. കള്ളം പറയാണ്. ഷട്ടിൽ സാറിന്റെ അടുത്ത് പോലെ എത്തിയില്ല. എന്തിനെങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നേ? ഷട്ടിൽ കൊണ്ടുപോലും ഇല്ല, പിന്നെ എങ്ങനെ എത്രയധികം വേദനിക്കുക? സാറ് കാരണം ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു. വെറുതെ കിടക്കുന്ന സ്ഥലത്ത് മരം നട്. നിങ്ങൾ എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്ക്. അടികൈ. പറയേ. കണ്ടം പൂച്ചയെ കണ്ട ഉടനെ എലി ജീവനും കൊണ്ട് ഓടുകയാണ്. ഇന്ന് രാവിലെ മുതൽ എനിക്ക് വല്ലാത്ത പല്ലുവേദനയാണ്. അടികൈ. ഞാൻ വേദന കൊണ്ട് പുളയുമ്പോ നിങ്ങൾ കൈയടിക്കുകയാണോ? അങ്ങല്ലേ ഞങ്ങളോട് പറഞ്ഞത്, കൈയടിക്കുന്ന. ഇപ്പോഴും അങ്ങ് ഓവർ ആക്ടിങ് ചെയ്യാണ്. ഇതിനേക്കാൾ ജനറൽ നോളജ് എനിക്കുണ്ട്. പല്ലിലും മുടിയിലും നഖത്തിലും ഒന്നും വേദന ഉണ്ടാവില്ല. ഇട, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. പല്ലില് പുഴു പിടിച്ചിരിക്കുകയാണ്. എന്റെ പുഴുവോ? ഇപ്പൊ ശരിയാക്കി തരാം. വാ തുറന്നേ. ഹണി നിക്ക്, നീ എന്താണ് ചെയ്യുന്നത്? കഴുതേ, പല്ലില് പുഴു പിടിച്ചിരിക്കല്ലേ? ഈ പുഴുവിനെ നശിപ്പിക്കുന്ന മരുന്നടിച്ച എല്ലാം ശരിയാവുമല്ലോ. മോഷ്ടിച്ചാൽ കള്ളനെ നാട്ടുകാർ തല്ലും. ഈ കഴുത തീർച്ചയായും എന്നെ കൊല്ലും. അടികൈ. ഹണി, ഈ മരുന്ന് ഉപയോഗിക്കുന്നത് പാറ്റകളെയും ഈച്ചകളെയും കൊല്ലാൻ വേണ്ടി മാത്രമാണ്. ചൂടടിച്ചപ്പോൾ വെള്ളം ആവിയായി. എന്നെ പിടിച്ചോ, എനിക്കിതാ ബോധം പോയി. ജോർദാർ, നിങ്ങൾ കന്ന സാറിനെ വീട്ടിലേക്ക് എടുത്ത് ഞാൻ ഡെന്റിസ്റ്റിനെ വിളിച്ചിട്ട് വരാം. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, വാ തുറക്ക. പല്ലിന്റെ ഇടയിൽ റൊട്ടിയുടെ കഷ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഈ വേദന. വേഗം വായൊന്ന് തുറന്നേ. താങ്ക് യു ഡോക്ടർ, പെയിൻ കുറഞ്ഞോ? എന്ത്? ഫാന്റെ സ്പീഡ് കുറഞ്ഞെന്നോ? എങ്കിൽ ഞാൻ സ്പീഡ് ഉടൻ തന്നെ കൂട്ടി. അയ്യോ, ഫാനല്ല, പെയിൻ കുറഞ്ഞെന്നാ പറഞ്ഞ്. അത് ശരി, പെയിൻ കുറഞ്ഞെന്നാണോ പറഞ്ഞത്? അവനെ ചികിത്സിച്ചപ്പോൾ നിന്റെ പെയിൻ എങ്ങനെയാണ് കുറഞ്ഞത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. എന്റെ അല്ല, അയാളുടെ പെയിൻ കുറഞ്ഞെന്നാ പറഞ്ഞ്. ഓ, അത് ശരി, നിനക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അല്ല, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മിസ്റ്റർ കന്നയ്ക്കാണ് പെയിന്. ഗണ്ണോ? ഗണ്ണിനെങ്ങനെയാണ് പെയിൻ ഉണ്ടാവുക? ഞാൻ ഗൺസിനെയൊന്നും ചികിത്സിക്കാറില്ലല്ലോ. കന്നയാണ്. കന്ന സാറിന് വല്ലാത്ത വേദനയാണ്. ഓ ശരി ശരി, വയറിന് വേദനയാണല്ലേ? അദ്ദേഹത്തിന്റെ വയറിന് വേദനയാണെങ്കിൽ ഗ്യാസ്ട്രിഷ്യനല്ലേ നിങ്ങൾ പോയി കാണേണ്ടത്. ഞാൻ വെറും ഡെന്റിസ്റ്റ് അല്ലേ. വയർ നല്ല വേദന, വയർ നല്ല വേദന, പല്ലിനാണ് വേദന. ഓ, പല്ലിനാണല്ലേ വേദന? അതെ, അതാണ് അങ്ങേ കൊണ്ടുപോകാൻ വന്നത്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. വരാൻ കഴിയില്ലേ? ആ ശരി ശരി, എനിക്ക് കാര്യം പിടികിട്ടി. അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല, കാരണം പല്ലുവേദന അത്രയും കൂടുതലായിരിക്കും. ശരി, നീ വാ, നമുക്ക് പോയി നോക്കാം. പിന്നെ താൻ പേയ്മെന്റ് തന്നിട്ട് പോയാ മതി. ഓക്കേ.
എന്റെ അമ്മച്ചി, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ. എന്റെ കണ്ണിൽ പൊന്നീച്ച പറക്കുകയാണേ. വേണ്ട. നിൽക്ക്, ഇത് കുറച്ച് കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ പൊന്നിച്ചയുടെ ശല്യമേ ഉണ്ടാവില്ല. എന്റെ അമ്മേ, ഇവന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. നല്ല കായിക ശേഷിയുള്ളവരെ പോലീസിലെടുക്കും. ഇവൻ ഇന്ന് എന്റെ പണി തീർക്കും. അടികൈ. എന്റെ കണ്ണു വല്ലാതെ വേദനിക്കുന്നു. വെള്ളം. രക്ഷപ്പെട്ടു. വേഗം ഇഞ്ചക്ഷൻ എടുത്ത് മാറ്റ്. കഴുതേ, നീ എന്താണ് ഈ കാണിക്കുന്നേ? എടുക്കാൻ പാടില്ലേ? ശരി, ഞാനത് അവിടെ തന്നെ വെച്ചേക്കാം. കഴുതേ, അത് വേഗം എടുക്ക്. നീയല്ല എന്നോട് അവിടെ വെക്കാൻ പറഞ്ഞത്. ഇതാ എടുത്തു കഴിഞ്ഞു. ഇതെന്റേതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ കഴുത കന്നാസാറിന്റെ കണ്ണിനടുത്ത് തൈലം പുരട്ടാനായി ശ്രമിച്ചു. എന്തിനാ അങ്ങനെ ചെയ്ത? ഖന്ന സാർ എന്നോട് പറഞ്ഞതേ വേദന കാരണം അദ്ദേഹത്തിന്റെ കണ്ണീന്ന് പൊന്നീച്ച പറക്കാന്നാ. പൊന്നീച്ചയെ നശിപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ കണ്ണിലെ തൈലം ഒഴിച്ചു കൊടുത്തത്. ഇപ്പൊ പൊന്നീച്ച പോയല്ലോ. കഴുതേ, പൊന്നീച്ച പറക്കുന്നു എന്ന് പറയുന്നത് ഒരു നാടൻ ചൊല്ല. സംശയമുണ്ടോ? കുറച്ചുകൂടെ ഉണ്ട്. വേണമെങ്കിൽ നിന്റെ കണ്ണിൽ ഒഴിച്ചു തരട്ടെ. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഏത് പല്ലാണ് വേദന? വലതുവശത്തെ മുകളിലത്തെ പല്ല്. ഓക്കേ, ഇടതുവശത്തെ മുകളിലത്തെ പല്ല്. ഇടത് റൈറ്റ് മുകളിലത്തെ പല്ല്. ഓക്കേ, റൈറ്റ് സൈഡ് മുകളിലത്തെ പല്ല്. വായി തുറക്കേ. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എന്റെ എക്യുപ്മെന്റ്സ് ആണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് പല്ല് പറിച്ചെടുക്കാൻ കഴിയൂ. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ തീർച്ചയായും ഇന്ത്യ ജയിക്കും. ഇതൊന്നും വേണ്ട, എന്റെ പല്ലുവേദന ശരിയായിക്കോളും. അടികൈ. യെസ്, കൊല്ലും. പല്ലുവേദന ഉണ്ടെങ്കിൽ ശരീരം മുഴുവനും കൊല്ലുന്നത് പോലെ വേദനയുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ശരിയായിക്കൊള്ളുന്ന സംശയമുണ്ടോ? ശരിയായിക്കൊള്ളുന്നു. പല്ലുവേദന അങ്ങനെ താനെയൊന്നും ശരിയാവുകയില്ല. അദ്ദേഹം വേദന സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ പറയുകയാ. പിടിക്ക് ദേഹത്തെ. വേണ്ട, വേണ്ട. കന്ന സാറേ, കൊച്ചുകുട്ടികളെ പോലെ പിടിവാശി പിടിക്കരുത്. കന്ന സാറേ, ഓടുകയാണെങ്കിൽ പുറത്തേക്ക് ഓടിക്കോ. നല്ല ഐഡിയ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? കണ്ടില്ലേ, കന്ന സാർ ഇപ്പൊ പുറത്തേക്ക് ഓടി. പിടിക്കേ, വേഗം പോയി പിടിക്കേ. വേഗം പുറകെ പോയി പിടിക്ക. എവിടെ പോയി? എവിടെ പോയി? കാണുന്നില്ലല്ലോ. മാറി നിൽക്ക. ഓടിക്കോ. നിക്കടാ. അയാള് നമ്മളെ പറ്റിച്ചു. അയാളെ പിടിക്കേ. യെസ് ഡോക്ടർ. ഇനി എവിടേക്ക് പോകും? എന്നെ പുറത്തേക്ക് എടുക്ക്. പിടിക്കയാളെ. വിടില്ല ഞാൻ. അല്ല, ഈ ഡോക്ടർ എവിടെ പോയത്? വേണ്ട. ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് പല്ല് പറിക്കണ്ടായേ. ഇനി എങ്ങോട്ടും പോകാൻ കഴിയില്ല. കരയുമ്പോൾ എന്തിനാ കണ്ണുനീര് വരുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ പിന്തുടരുന്നത്? അടികൈ.
ഇയാളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നിട്ട് ഇപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നിരിക്കുന്നു. സാധനങ്ങളെല്ലാം ക്ലിനിക്കിൽ കൊടുത്തേക്ക്. സാർ, മാറ് മാറ്. എടാ കന്ന സാർ ഓടിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെയൊന്നും വിടാൻ സാധിക്കില്ല. കന്ന സാറിനെ നമ്മൾ സഹായിച്ചേ മതിയാകൂ. വേഗം വാ. വാ. കന്ന സാറേ, കന്ന സാറേ, കന്ന സാർ. കന്ന സാറേ, ഹോസ്പിറ്റലിലേക്ക് പോകാം. ആ പല്ല് നമുക്ക് പറിച്ചെടുക്കാം. മുത്തശ്ശന്മാർ എപ്പോഴും പറയും പഴഞ്ചൊല്ല്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ കൊഴിഞ്ഞുപോയി എന്റെ ആ പല്ല് അടികൈ. എന്റെ വേദന മുഴുവൻ പോയി. ആ സന്തോഷത്തിൽ ഞാനൊരു കവിത ചൊല്ലട്ടെ? വേണ്ട, ആ കവിത കേട്ടാൽ ഞങ്ങളുടെ പണി അതോടെ തീരും. ഓടിക്കോ, ഓടിക്കോ.